ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈലാഞ്ചി കിച്ചൺ. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. ഇത് പെട്ടെന്ന് തയ്യാറാക്കാം, പക്ഷേ വളരെ ഹെൽത്തി ആയ ഒരു പുഡിങ്ങാണിത്. ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണാൻ പോകുന്നത്. അതിനു മുമ്പായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്ത് വെക്കണം. അതിൻ്റെ ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെച്ചാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ വന്ന് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 ക്യാരറ്റ് സ്ലൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുക്കർ എടുത്ത് അതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 2 കപ്പ് പശുവിൻ പാൽ ചേർത്ത് കൊടുക്കാം. ഇത് തിളപ്പിച്ചതൊന്നുമല്ല, പച്ചപ്പാലാണ്. ഇപ്പോൾ അടപ്പിട്ട് അടച്ച് വെച്ച് ക്യാരറ്റ് നല്ലപോലെ വേകുന്നത് വരെ നമുക്ക് ഒരു 3-4 വിസിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വിസിലൊക്കെ പോയി എയറൊക്കെ വെളിയിലായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. നമ്മുടെ ക്യാരറ്റ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വേകണം, അതൊന്ന് ശ്രദ്ധിച്ചു കൊള്ളണം. ഇതൊരു ഫോർക്ക് വെച്ച് നമ്മളിങ്ങനെ കുത്തി നോക്കുമ്പോൾ അറിയാം അത് നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന്. വെന്തിട്ടില്ല എങ്കിൽ നമ്മുടെ പുഡിംഗ് ശരിയാകില്ല. ഇപ്പോൾ ഇതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. ഇത് റോസ്റ്റ് ചെയ്തതാണ്. ഇതും കൂടി ചേർത്തിട്ട് ഇപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ചൂടാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നല്ലപോലെ ആറിക്കഴിയുമ്പോൾ നമുക്കിത് അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ക്യാരറ്റ് പാൽ നല്ലപോലെ ആറിയിട്ടുണ്ട്. ഇതൊരു മിക്സി ജാറിലേക്ക് മാറ്റാം. ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. കട്ടികളൊന്നും ഇല്ലാതെ ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അടുത്തതായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന ക്യാരറ്റ് മിക്സ് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1/2 കപ്പ് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് ഇപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുക്കണം. കട്ടി കെട്ടാതെ നോക്കിക്കോണം. മിൽക്ക് പൗഡർ ചിലപ്പം കട്ടി കെട്ടും. അതെല്ലാം ഉടച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളവന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ അഗർ അഗർ പൊടിച്ച അഗർ അഗർ 1.5 ടീസ്പൂൺ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് റെഡിമെയ്ഡ് അല്ല, ഞാൻ അഗർ അഗർ വാങ്ങിച്ച് പൊടിച്ചതാണ്. ഇത് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമ്മളിപ്പോൾ അടുപ്പത്ത് വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ ചേർത്ത ആ അഗർ അഗർ നന്നായിട്ട് വെന്ത് ആ ക്യാരറ്റ് മിക്സിലൊക്കെ അലിഞ്ഞ് ചേരണം. അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മൾ ചേർത്ത അഗർ അഗർ പൊടിയൊക്കെ നന്നായിട്ട് ഇതിനോടൊപ്പം തന്നെ ചേർന്നിട്ടുണ്ട്. കുറച്ച് കട്ടിയാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിന് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ക്യാരറ്റ് പുഡിംഗ് നല്ല കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. നല്ല കട്ടിയായിട്ടുണ്ട്. നമ്മുടെ അഗർ അഗറൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇത് അടുപ്പിൽ നിന്ന് ഇറക്കി കൊടുക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു കേക്ക് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് എല്ലാ ഭാഗത്തും നെയ്യ് തടവി കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള കേക്ക് ട്രേ ഇല്ല എങ്കിൽ ചതുരത്തിലുള്ള പ്ലേറ്റോ എന്തെങ്കിലും എടുത്താൽ മതി. അതിലിങ്ങനെ നെയ്യ് തടവി കൊടുത്തിട്ട് നമ്മുടെ മിക്സ് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇത് ചൂടോട് കൂടി തന്നെ ചെയ്യണം. കാരണം നമ്മൾ അഗർ അഗർ ചേർത്തത് കൊണ്ട് അത് പെട്ടെന്ന് തന്നെ സെറ്റാകും. കുറച്ചൊന്ന് ആറി കഴിയുമ്പോൾ സെറ്റാകും. നമ്മൾ ഏത് പാത്രത്തിൽ വെക്കുന്നോ ആ പാത്രത്തിൽ അങ്ങ് സെറ്റായി പോകും. അതുകൊണ്ട് ഇത് ചൂടോട് കൂടി തന്നെ ചെയ്യണം. ഇപ്പം നമ്മുടെ പുഡിംഗ് ഇവിടെ സെറ്റാകാൻ വെക്കാം. ഒരു 2 മണിക്കൂർ എടുക്കും ഇതൊന്ന് സെറ്റായി കിട്ടാൻ. നന്നായിട്ട് ആറിയിട്ട് അത് സെറ്റാകും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. വെളിയിലിരുന്ന് തന്നെ ഇത് സെറ്റായിക്കൊള്ളും. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് നോക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. നന്നായിട്ട് നമ്മുടെ പുഡിംഗ് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നോക്കിക്കേ, നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഒരു കത്തി യൂസ് ചെയ്ത് ഈ സൈഡൊക്കെ ഒന്ന് വിട്ട് വരണം. അതിനായിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. 4 ഭാഗത്തും ഇതുപോലെ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതിലേക്ക് നമ്മളൊരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് കമിഴ്ത്തി കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ പുഡിംഗ് ഇവിടെ പ്ലേറ്റിലേക്ക് കിട്ടും. നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് പുഡിംഗ് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നമുക്ക് ഏത് ഷേപ്പ് വേണോ ആ ഷേപ്പിൽ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇത് നീളത്തിലാണ് കട്ട് ചെയ്യുന്നത്. നീളത്തിൽ കട്ട് ചെയ്തിട്ട് ക്രോസ് ആയിട്ടും കട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് നീളം വേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ക്രോസിലൂടെ കട്ട് ചെയ്തത്. ഇപ്പം ഞാനിതൊന്ന് എടുത്ത് കാണിക്കാം. എങ്ങനെ സെറ്റായിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. നല്ല കട്ടിയായിട്ടുണ്ട്.
കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഹെൽത്തിയായ ക്യാരറ്റ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റിൽ അറിയിക്കണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.